നമ്മളുടെ പഠന ക്ലാസ്സിൽ ഇസ്ലാമിലെ ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, നബിമാരുള്ള വിശ്വാസം എന്നീ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത വിശ്വാസകാര്യമായ നബിമാരിലുള്ള വിശ്വാസം എന്ന കാര്യമാണ് പറയാനുള്ളത്. കിതാബുകളിലെ വിശ്വാസം വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നബിമാരിലുള്ള വിശ്വാസമാണ് നമുക്ക് പറയാനുള്ളത്. ഈമാൻ കാര്യങ്ങളുടെ പൊതു സ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. വളരെ ഗൗരവമായി ദൃഢമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്ന നിലക്കാണ് ഈ 6 കാര്യങ്ങളെ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അതിലെ വിശ്വാസത്തിൻ്റെ ഏറ്റക്കുറവ് അനുസരിച്ച് നമ്മളുടെ ഈമാനിനും കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ദൃഢവിശ്വാസം ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹിം വ ഇസ്മായിൽ വ ഇസ്ഹാഖ് വ യാക്കൂബ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സൂറത്തുൽ ആൽ ഇംറാനിൽ പറയുന്നുണ്ട്. നീ പറയുക, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, വമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് മേലെ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, വമാ ഉൻസില അലാ ഇബ്രാഹിമോ ഇസ്മായിൽ വ ഇസ്ഹാഖ, ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് ഇവർക്കൊക്കെ ഇറക്കിയതിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നിങ്ങനെ ഓരോ നബിമാരും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിശ്വാസം പറയുന്നുണ്ട്. അപ്പൊ നബിമാരിൽ വിശ്വസിക്കുക എന്നത് നമ്മളുടെ ഒരു വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പല ആയത്തുകൾ പറയുന്നുണ്ട് നബിമാരിലെ വിശ്വാസത്തെ പറ്റി. ഇതില് എന്താണ് ഈ നബിമാരിൽ വിശ്വസിക്കുക, അല്ലെ എന്താണ് നബിമാർ, ആരാണ് നബിമാർ എന്നാണ് അതിൽ ഏറ്റവും ആദ്യം വരുന്ന വിഷയം. ഇപ്പോ നബിമാർ എന്നൊരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ സാധാരണ മനുഷ്യരെ പോലെ തന്നെ ജനിക്കുകയും വളരുകയും സാധാരണ മനുഷ്യ പ്രകൃതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹു വഹ്യ് അഥവാ പ്രത്യേക സ്വകാര്യ സന്ദേശം നൽകിക്കൊണ്ട് മൊത്തം മനുഷ്യർക്ക്, അവരുടെ കാലഘട്ടത്തിലെ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ പ്രബോധന പരിധിയിൽ വരുന്ന മൊത്തം മനുഷ്യന്മാർക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം ഹുദ പറഞ്ഞു കൊടുക്കാൻ നിശ്ചയിക്കുന്ന ആളുകളാണ് ഈ നബിമാർ എന്ന് പറഞ്ഞത്. അതാണ് നബിമാർ. ഹിന്ദു മതത്തിലും വേറെ മതങ്ങളിലൊക്കെ ഇതിന് സമാനമായി അല്ലെങ്കിൽ ഇതിന് പകരമായി നിൽക്കുന്ന വേറെ ചില വിശ്വാസങ്ങളുണ്ട്. അവതാര സങ്കല്പം എന്നതിന് പറയാം. അവതാരങ്ങൾ, അവർക്ക് ദൈവത്തിൻ്റെ ഏതെങ്കിലും അവതാരങ്ങൾ വരും, അവര് വന്നിട്ട് മനുഷ്യരായിട്ട് അവതരിക്കും. ഹിന്ദുക്കളുടെ ഒരു ദശാവതാരം എന്നൊരു സംഗതി ഉണ്ട്. ആമ, കൂർമ്മം, തവള, പല മത്സ്യം, വരാഹം, ഇങ്ങനെ കുറെ ഇറങ്ങുന്നുണ്ട് അവർക്ക്. കൽക്കിയാണ് അവസാനത്തെ അവതാരം എന്ന് അവർ പറയാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പൊതു കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ ദൈവം, സാക്ഷാൽ ദൈവം ഈ രൂപത്തിലൊക്കെ വരുന്ന, വന്നിട്ട് ജനങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ വരും എന്നുള്ളതാണ്. ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ടായി വന്നൊരു വിശ്വാസമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള സങ്കല്പത്തിൻ്റെ ഒരു ഭാഗമാണ് അവരെത്തിച്ചേർന്നൊരവസ്ഥ. ദൈവം മനുഷ്യപുത്രനായി കന്യാമറിയത്തിൻ്റെ ഗർഭത്തിലൂടെ പിറവിയെടുത്ത് മനുഷ്യൻ്റെ പാപങ്ങൾ ആവാഹിച്ച് കുരിശു വരിച്ച് മരിച്ചുപോയി അല്ലെങ്കിൽ ആകാശത്തേക്ക് ഉയർത്തി എന്ന് പറയുന്ന ഒരു സംഗതി. അതൊരു അവതാരത്തിൻ്റെ ഒരു രൂപമാണ്. പല മതങ്ങളിലുണ്ട് ഈ അവതാരങ്ങൾ വരല്. നമ്മുടെ ഇസ്ലാം മതത്തിലല്ലാത്തവർക്കൊക്കെ ഉണ്ട് ഈ അവതാര പുരുഷന്മാരെന്നത് പറയാം.
അവർ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുക, ദൈവം സ്വന്തത്തിൽ വരിക, എന്നിട്ട് ദൈവം ഇങ്ങനെ വന്നിരിക്കുക, എന്നിട്ട് ദൈവത്തിനെ മനുഷ്യന്മാർ കൊല്ലുക, ആക്രമിക്കുക ഒക്കെ ചെയ്യുന്ന സംഗതി. ഇതല്ല ഇസ്ലാമിലെ പ്രവാചകൻ എന്ന് പറയുന്നത്, നബി എന്ന് പറയുന്നത്. നബി റസൂൽ രണ്ട് വാക്ക് ഉപയോഗിക്കുന്നത് ചെറിയ വ്യത്യാസങ്ങൾ അതിനുണ്ട്. ഈ നബിയും റസൂൽ എന്നൊക്കെ പറയുന്നവർ മനുഷ്യരാണ്. മനുഷ്യരാന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരാണ്, ഭൂമിയിൽ പിറവിയെടുത്ത മനുഷ്യന്മാർ. അവർ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, വിവാഹം ചെയ്യും, മക്കളുണ്ടാകും, കൊല്ലപ്പെട്ടിട്ടുണ്ട് നബിമാര്. മനുഷ്യ സഹജമാണ്, ഒക്കെ നടക്കുവർക്ക്, എല്ലാം മനുഷ്യരാണ്. അവർക്ക് പിന്നെ എന്താ ഒരു പ്രത്യേകത? യുഹയിലയ്യ, എനിക്ക് വഹ്യ് കിട്ടുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്തതാണ്, കുൽനമാന ബഷറുൻ മിസ്ലുക്കും യുഹയിലയ്യ. നീ പറയുക, ഇന്നമാ അന ബഷറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. ഞാനൊരു മനുഷ്യനാണെന്നും കൂടിയല്ല പറഞ്ഞത്, നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഇന്നമാ, അങ്ങനെ മാത്രമാണ്, വേറെ ഒരു പ്രത്യേകത എനിക്കില്ല. പിന്നെ എനിക്കുള്ളൊരു പ്രത്യേകത യുഹയിലയ്യ, മനുഷ്യനാണെങ്കിൽ എനിക്ക് അള്ളാഹു വഹ്യ് തരും. അതാണ് നബിയാകുക എന്ന് പറഞ്ഞാൽ, വഹ്യ് കിട്ടും. അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. കിട്ടുന്ന വഹ്യിന്റെ ആശയം അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ് എന്നാണ് എനിക്ക് വഹ്യ് കിട്ടുന്നത്. ഫമൻകാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹൻ. ബാക്കി പറയുന്നത്, അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ നല്ല നിലക്ക് കണ്ടുമുട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, ഷിർക്കൊന്നും ചെയ്യാതിരിക്കട്ടെ. അതിന്റെ ആശയങ്ങളാണ്. അപ്പൊ ഇവിടെ പറയുന്നത്, നബിമാരെ അവകാശപ്പെട്ടിരുന്നത് മനുഷ്യരാണ് എന്നാണ്. മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ഒരാളെയാണ് അള്ളാഹ് നബിയാക്കി അയക്കുന്നത്. ഇതിൽ പറയേണ്ട മറ്റൊരു ഭാഗം, ഈ മനുഷ്യരെ നബിയാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രായോഗികവും ശരിയായതുമായ നിലപാട്. കാരണം മനുഷ്യന്മാർക്കൊക്കെ അള്ളാഹുവിൻ്റെ സന്ദേശം പഠിപ്പിച്ചു കൊടുക്കാനും, പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു മെസ്സേജ് കൈമാറൽ മാത്രമല്ല, ഒരു സന്ദേശം ഇങ്ങനെ കൈമാറിയിട്ട് ഇതുപോലെ നിങ്ങൾ ജീവിച്ചോളി എന്ന് പറയലല്ല നബിമാര്. മറിച്ച് നബിമാർ അതേപോലെ ജീവിച്ച് മാതൃക കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ആണ് മാതൃകാ പുരുഷന്മാർ. വിശദമായിട്ട് നമ്മൾ പിന്നീട് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. മാതൃകാ പുരുഷന്മാരാണ്. ആ മാതൃകാ പുരുഷന്മാർ എന്ന നിലയ്ക്ക് നബിമാരെ പറഞ്ഞയക്കുമ്പോൾ മനുഷ്യരല്ലാത്ത ആളുകളെ പറഞ്ഞു വിട്ടാൽ അത് മനുഷ്യന്മാർക്ക് മാതൃകയാക്കാൻ പറ്റില്ല. ഈ അവതാരങ്ങൾക്കൊക്കെ ഉള്ളൊരു പ്രശ്നം, അവർ ദൈവങ്ങളാണ്. ദൈവം വന്ന് കാണിച്ചു കൊടുക്കുന്ന മാതിരി മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല. അതന്നെ മറ്റു ജീവികളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ജന്തുക്കളൊക്കെ ആയിട്ട്. അതൊന്നും പിന്നെ പറയും വേണ്ട. ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ നടക്കുന്നത്, ഇവിടെ നബിമാരായി വരിക എന്നാണ്, മനുഷ്യൻ നബിയായിട്ട് വരികയാണ്. അപ്പം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സാമാന്യ യോഗ്യനായ ഒരാളെ അള്ളാഹു തെരഞ്ഞെടുക്കും. യജ്തബി, അവൻ തെരഞ്ഞെടുക്കുന്നു. സ്തഫ, അവൻ തെരഞ്ഞെടുക്കുന്നു. ഖുർആൻ പറയുന്നുണ്ട്. തെരഞ്ഞെടുത്തിട്ട് അവർക്ക് അള്ളാഹു സന്ദേശം കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടതെന്ന്. അതാണ് വഹി എന്ന് പറഞ്ഞത്. ആ സന്ദേശം അവർക്ക് കിട്ടും, അവരതനുസരിച്ച് ജീവിക്കും. മാനുഷികമായൊരു ജീവിതം തന്നെയാണ് അവർ നയിക്കുന്നത്. അപ്പം ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കി അതേപോലെ അതിനെ അനുധാവനം ചെയ്ത് പിന്തുടർന്ന് ജീവിക്കാൻ കഴിയും. അങ്ങനെയാണ് ഈ നബി എന്ന് പറയുന്ന സങ്കല്പം, കാഴ്ചപ്പാട്. അതല്ലാതെ ഒരു അമാനുഷനായിട്ട് നബിമാർ വരുന്നില്ല. നബിമാരോട് ജനങ്ങൾ ചോദിച്ചിരുന്ന ചോദ്യം ഉണ്ടായിരുന്നു, അങ്ങനെ എന്താ അള്ളാഹ്ക്ക് ഇങ്ങനെ അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു മലക്കിനോട് പറഞ്ഞൂടെ, അന്നെ അയക്കണ്ടീനോന്നാ. അവർക്കുള്ളൊരു, ഇവൻ നബിയായി എന്നുള്ളതിലെ പ്രശ്നമാണത്. ഇങ്ങനെ മനുഷ്യൻ നബിയായി വരെ എന്നാൽ അള്ളാഹ്ക്ക് ഒരു മലക്കിനെ പറഞ്ഞൂടായിരുന്നു. അപ്പൊ അള്ളാഹുവിന് മറുപടി പറയുന്നത് ഭൂമിയിലൂടെ നടക്കുന്നത് മലക്കുകളായിരുന്നു എങ്കിൽ അള്ളാഹു മലക്കിനെ പറഞ്ഞയക്കുമായിരുന്നു. ഇവിടെ നടക്കണമൊക്കെ മലക്കുകളാണെങ്കിൽ അള്ളാഹ് ഒരു മലക്കിനെയാണ് പറഞ്ഞേക്കുക. മുത്മയിന്നീന്ന, ശാന്തരായിട്ട് നടക്കുന്ന മലക്കുകൾ എന്നാ. അങ്ങനത്തെ മലക്കുകളായിരുന്നെങ്കിൽ അള്ളാഹ് അതേപോലത്തെ മലക്കിനെ പറഞ്ഞു. ഇവിടെ അങ്ങനത്തെ ഒരു അല്ല, ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമൊക്കെയുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ മനുഷ്യന്മാർക്ക് മാതൃകയായിട്ട് മനുഷ്യനെ തന്നെ പറഞ്ഞേക്കണം. അതെന്തിനാണ്? ആ മാതൃക
നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. മലക്കുന്നവരും വെള്ളവും ഭക്ഷണമൊന്നും ഇല്ലാത്ത വിവാഹമില്ലാത്ത മലക്കിനെ പോലെ നിങ്ങൾക്ക് ആവില്ല. മനുഷ്യനാവുമ്പോൾ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉള്ള അതേ മനുഷ്യനെ തന്നെ നബിയായിട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു മാതൃകയാക്കാൻ കഴിയും എന്നാണ്. അപ്പം അതാണ് അതിലൊരു നമുക്ക് വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയാണ് അള്ളാഹു നബിമാരായിട്ട് പറഞ്ഞു വിടുന്നത്. അത് മനുഷ്യരിൽ നിന്നൊരാൾ അള്ളാഹ് തിരഞ്ഞെടുക്കുക ചെയ്യുന്നത്. മനുഷ്യർക്ക് മാതൃകയാകാൻ മനുഷ്യനെ തന്നെ അവരെ നന്നാക്കിയെടുക്കാനും പറഞ്ഞു പഠിപ്പിക്കാനൊക്കെയാണ്. അപ്പോൾ അവരെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തന്നെ പറഞ്ഞയച്ച് ഒക്കെ ശരിക്ക് മേച്ച് നടക്കാൻ പറ്റുന്ന രൂപത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരാളെ പറഞ്ഞയക്കാണ് ചെയ്യുന്നത്. ഇതാണ് നബി എന്ന് പറയുന്നത്. ഇവർക്കാണ് അള്ളാഹു വഹി കൊടുക്കുന്നത്. വഹി കൊടുക്കുന്നു പറഞ്ഞാൽ നബിയുൻ എന്ന വാക്കും റസൂൽ എന്നൊക്കെ പറഞ്ഞ വാക്കിന്റെ ആശയത്തിക്ക് ബന്ധമുണ്ടായി. വളരെ സ്വകാര്യമായിട്ട് മറ്റുള്ളവരറിയാതെ അള്ളാഹു അവരുടെ മനസ്സുകളിലേക്ക് സന്ദേശം കൈമാറും. അതിന്റെ വിശദാംശങ്ങൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കും. ആ സന്ദേശം അവർ ഏറ്റെടുത്തിട്ട് അത് ജനങ്ങൾക്ക് ആ റസൂൽ എന്നാണ് എത്തിച്ചു കൊടുക്കും. റസൂൽ റിസാലാറിനെ എത്തിച്ചു കൊടുക്കുന്ന റസൂൽ എത്തിച്ചു കൊടുക്കുന്ന എന്നാണ്, സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതാണ്. ആ എത്തിച്ചു കൊടുക്കുന്ന അവർ ജീവിക്കും ചെയ്യും, അവർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചും കൊടുക്കും, ജനസമൂഹത്തെ അങ്ങനെ വളർത്തി കൊണ്ടുവരികയും ചെയ്യും. ഇതാണ് നബി റസൂൽ എന്നൊക്കെ പറയണേ. ആ വഹയ് അല്ലെങ്കിൽ അള്ളാന്റെ റസൂൽമാർ എന്ന് പറഞ്ഞാൽ അതാണ്. ഇവരിൽ നമ്മൾ വിശ്വസിക്കണം എന്നാ പറയുന്നത്. വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നബിമാരുണ്ടെന്നും നബിമാർ അള്ളാഹ് പറഞ്ഞയച്ചിട്ടുണ്ടെന്നും അവരാണ് ഇതൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർ നമ്മൾ വിശ്വസിക്കണം എന്നാ. അപ്പൊ അങ്ങനെ ഒരു നബിന് ആവശ്യമുണ്ടോ? മനുഷ്യന്മാർക്ക് ഉണ്ട് എന്നതാണ് മനുഷ്യന്റെ ചരിത്രവും മനുഷ്യന്റെ പ്രകൃതിയും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഖുർആന്റെ ആ രീതിയിൽ നമുക്ക് പറയാം. വിശുദ്ധ ഖുർആനില് ആദ്യത്തെ മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാം, ഭാര്യ ഹവ്വാ. അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ഇടം നൽകി അവിടെ ജീവിക്കുകയാണ്. അവരോട് ഈ പഴം തിന്നരുത് എന്നും വലാ തഖ്റബ ഹാദിഹി ഷജറ, ആ മരത്തിൽ നിന്ന് കായ പറിച്ച് തിന്നരുതെന്നൊക്കെ പറഞ്ഞു. പിന്നെ മലക്കളോട് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒക്കെ സംഭവമൊക്കെ എല്ലാവർക്കും അറിയുന്ന. അവസാനം അതൊക്കെ ലംഘിച്ചു. ആദം പഴം തിന്നു, ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, ഒക്കെ ചെയ്തൊക്കെ പ്രശ്നമായി. അവസാനം ഭൂമിക്ക് ഇറങ്ങിപ്പോന്നു. രണ്ടുപേരെയും ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. അതാണ് മനുഷ്യവംശത്തിന്റെ ഭൂമിയിലുള്ള ജീവിതത്തിന്റെ തുടക്കം. സ്വർഗലോകത്ത് നിന്ന് ഭൂമിക്ക് ഇറക്കി വിട്ടു. അപ്പൊ അവരോട് പറഞ്ഞ ഒരു സംഗതി, ഒരു നിർദ്ദേശം. അതാണ് രണ്ട് നിർദ്ദേശം കൊടുത്തു ഭൂമിക്ക് പോരുമ്പോ. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവുക. ആദമിനെ ഹവ്വാനെയും ഭൂമിക്ക് ഇറക്കി, നിങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോവുക. ബാലുക്കുലി ബാലുൻ അദുവുൻ, നിങ്ങൾ ചിലർക്കൊക്കെ ശത്രുക്കളായി മാറും. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ, നിങ്ങൾക്ക് ഭൂമിയിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു മുസ്തഖറുണ്ട്, താമസിക്കാൻ ഇടമുണ്ട്. വമതാഉൻ, വിഭവങ്ങളുടെ ഇലാഹീൻ, ഒരു കാലഘട്ടം വരെയുള്ള. ഇതൊക്കെ അവിടെ റെഡിയാണ്, നിങ്ങൾ അവിടെ പോയി ജീവിച്ചോളണം. ഇതാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടപ്പോൾ കൊടുത്ത ഒന്നാമത്തെ നിർദ്ദേശം. ഈ നിർദ്ദേശം അനുസരിച്ചാണ് മനുഷ്യന്മാരോട് ജീവിച്ചു പോണത്. ആ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് സാഹചര്യം അതോടെ ഒരിക്കലും എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഭൂമിയിലേക്ക് പോയിക്കോളൂ, അവിടെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വിഭവങ്ങളുണ്ട്. ഒരു നിർണിത കാലം വരെയുള്ള എല്ലാ സംഗതിയും അവിടെ ഉണ്ടാവും. ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥല ഭൂമി. വല്ലർള വലാഹാലില്ലാനാം, ഭൂമിയെ മനുഷ്യന് വേണ്ടി അള്ളാഹു ഒരുക്കിയതാണെന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. വേറൊരു ഗോളങ്ങളിലും ഇതേപോലെ ജീവിത സൗകര്യം മനുഷ്യന്മാർക്കില്ല. അങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ചെന്നാൽ മതി. ആ കൽപ്പന മനുഷ്യരായ എല്ലാവർക്കും ബാധകമാണ്. വിശ്വാസി അവിശ്വാസികൾ വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും ബാധകമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വന്നിട്ട് അവനവന്റെ കഴിവും സാധ്യതയൊക്കെ ഉപയോഗിച്ച്, യോഗ്യതകൾ ഉപയോഗിച്ച് ഭൂമി പാകപ്പെടുത്തിയെടുത്ത് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ ആസ്വദിച്ചും അനുഭവിച്ച് ജീവിച്ചു പോകാൻ എല്ലാവർക്കും കഴിയും.
അവിടെ മുസ്ലിം കാഫിർ എന്ന വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും അനുഭവിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ നിങ്ങൾ പോയിക്കോളെ ഇവിടെ അധ്വാനിച്ചത്. അങ്ങനെ മനുഷ്യൻ ജീവിക്കുന്നു. ഇത്രയും കാലം ആ ഒരൊറ്റ കൽപ്പനയുടെ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. അതാണ് ഭൂമിക്ക് ആദ്യം വന്നപ്പോഴുള്ള കൽപ്പന, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ കടണ്ട ചെന്നാൽ മതി എന്നാണ്. അതായത് നമ്മൾ കൊണ്ടുവന്നതല്ലോ, ഭൂമിക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ റെഡിയാണ്. രണ്ടാമതൊരു കൽപ്പനയാണ് വന്നിരുന്നത്, ഖുൽ നഹ്ബിതു മിൻഹാ ജമിയാ ഫൈമാ യഅതി അന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി പോകൂ. ഫൈമാ യഅതി അന്നകും മിന്നി ഹുദൻ, എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മാർഗദർശനം വരും. ആദ്യത്തെ മനുഷ്യനുള്ള കൽപ്പനയാണ് ഓർക്കണത്. ആദം നബി ഹവ്വ ഭൂമിക്ക് വരുമ്പോൾ പറയാം, നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കോളൂ, ഒന്ന് ജീവിക്കാനുള്ള വകുപ്പാടുണ്ട്. രണ്ടാമത്, അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഹിദായത്ത്, ഹുദ വരും. ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ മാർഗദർശനത്തെ, ഹുദയെ ആരാണോ പിന്തുടരുന്നത് അവർക്ക് ഖൗഫ്, ഭയമില്ല, ദുഃഖവും ഉണ്ടാകില്ല. അതാണ് വഹയും നബിമാരും ഒക്കെ. ആദ്യത്തെ മനുഷ്യൻ എന്നെ അള്ളാഹ് കൊടുത്ത നിർദ്ദേശമാണത്. നിങ്ങൾ പോയിക്കോളൂ, ജീവിക്കാനുള്ള സംഗതിയൊക്കെ നിങ്ങൾക്ക് കിടട്ടുന്നുണ്ട്, അതൊക്കെ ചെയ്ത് ജീവിച്ചോളൂ. പക്ഷെ എങ്ങനെ ജീവിക്കണം എന്ന മാർഗദർശനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എന്നാണ്. ആ സന്ദേശം അള്ളാഹു നടപ്പാക്കിയതാണ് നബിമാരിലൂടെ, വഹയിലൂടെ. വഹി നബിമാർക്ക് കൊടുക്കും, നബിമാരെ അള്ളാഹ് അങ്ങനെ പറഞ്ഞേക്കും, ആ നബിമാര് ജീവിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കും, അങ്ങനെ നിങ്ങൾ ജീവിച്ചോളണം. അത് അള്ളാഹ് ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തമാണ്. അള്ളാഹ് ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് നബിമാരെ പറഞ്ഞേക്കണം. നബിമാരെ പറഞ്ഞേക്കും. ഈ നബിമാർ എന്നുള്ള വാക്കാണ് ഹിദായത്ത് വരും, എന്റെ മാർഗദർശനം നിങ്ങൾക്ക് വരുന്ന, എന്റെ ഗൈഡൻസ്, അതിന്റെ ആ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന. അത് വരുമ്പോൾ നിങ്ങളനുസരിച്ച് ജീവിച്ചോളണം. അല്ല നിങ്ങൾ കയറൂരി വിട്ടക്കല്ല, സ്വതന്ത്രമാരി വിട്ടതല്ല എന്നുള്ള. അപ്പം അവിടെ പറഞ്ഞൊരു സംഗതി, ഹുദ നിങ്ങൾക്ക് വരുന്ന, സന്മാർഗം നിങ്ങൾക്ക് വരുന്ന. അപ്പൊ അള്ളാഹു കാലാകാലങ്ങളിൽ മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത് എന്ന ഹിദായത്ത് പഠിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അത് മനുഷ്യന് വിട്ടുകൊടുത്തിട്ടില്ല, മനുഷ്യന് അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്നുള്ള ആ ഹിദായത്തുമായിട്ട് വരുന്ന ആളുകളാണ് നബിമാർ. അതിൽ സ്വീകരിച്ച മാർഗമാണ് ഒരു മനുഷ്യനെ തന്നെ അവരെ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കും, എന്നിട്ട് അവർക്ക് അദ്ദേഹത്തിന് വഹി കൊടുക്കും. വഹി കൊടുത്തിട്ട് അതുമായിട്ട് ജനങ്ങളുടെ കൂടെ നടക്കും, പറഞ്ഞു കൊടുക്കും, ചെയ്തു. അതിന് രണ്ട് പ്രതികരണമാണ് ഉണ്ടാകാറുള്ളത്. ഒന്ന്, അദ്ദേഹത്തെ പിന്തുടരുന്ന ആൾക്കാരുണ്ടാവും. രണ്ടാമത്തത്, ബിമാ ഉർസിൽതു ബിഹി കാഫിറൂൻ, നിങ്ങൾ എന്തുമായിട്ടാ വന്നതിന് ഞങ്ങൾ നിഷേധിക്കുന്ന കാഫറുകളാണ് ഞങ്ങൾ നൂല് പറയും ചെയ്യും, ഞങ്ങൾ നിഷേധികളാന്ന് പറയും. നിഷേധിക്കുന്ന രണ്ട് വിഭാഗം ഉണ്ടാവാറുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം. വഹി നബി എന്നൊക്കെ പറഞ്ഞതാ. അങ്ങനെ നബിനെ പറഞ്ഞയച്ച് വഹി കൊടുക്കും. അപ്പൊ അത് സ്വീകരിക്കുന്ന ആളുകളാണ് മുഅ്മിനുകളായ ആളുകൾ, നിഷേധിക്കുന്ന ആളുകൾ കാഫറുകൾ. രണ്ട് നിലപാട്. അല്ലാതെ കാഫർ പറഞ്ഞൊരു ചീത്ത പറച്ചിലല്ല. കാഫറാണ് പറഞ്ഞാണ്ട് അവന് ചീത്ത പറയല്ലത്. ഇപ്പൊ നമ്മളെ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയൊരു കാഫർ പ്രയോഗം വന്നിരുന്നു. അങ്ങനെ ഒരു ചീത്ത പറച്ചത്, ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, നിങ്ങൾ എന്ത് സന്ദേശമായിട്ടാണോ വരുന്നത് അതിൽ ഞങ്ങൾ കാഫറുകളാണ്. അവർ സ്വന്തം പറഞ്ഞ പേരാ, ഞങ്ങളതിൽ കാഫറാണ്. കാഫർ പറഞ്ഞാൽ ഞങ്ങൾ നിഷേധിക്കുന്നവരാണ്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയല്ലോ, വിശ്വാസി അവിശ്വാസി. അവിശ്വാസി പറഞ്ഞ ചീത്ത പറച്ചിലല്ല. ഒരാൾ വിശ്വാസിയാണ്, മറ്റൊരാൾ അവിശ്വാസിയാണ്. ഒരാൾ നിഷേധിയാണ്, നമ്മൾ പറഞ്ഞ അസ്തിത്വവാദിയാണ്, മറ്റേയാള് നിഷേധിയാണ് എന്നൊക്കെ പറയല്ലോ. ഞാനൊരു നിഷേധിയാന്ന് അഭിമാനത്തോടെ ഇവിടെ പറയല്. അതേമാതിരിയുള്ള ഒരു വാക്കാണ് കാഫർ പറഞ്ഞ്. ഞങ്ങൾ കാഫറുകളാണ് എന്നൊരു അഭിമാനത്തോടെ പറഞ്ഞ്. നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നല്ല. അതായത് നമ്മൾ മറ്റുള്ള ചീത്ത അറിയുന്ന ഒരു വാക്കായിട്ട് ചിത്രീകരിക്കേണ്ടതുമില്ല, അങ്ങനത്തെ ഒരു വാക്കുമല്ല അത്. അതൊക്കെ നമ്മളെ പേരിലുണ്ടാക്കുന്ന തെറ്റിദ്ധാരണ. ജിഹാദ് എന്ന വാക്കിന് കുറെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയല്ലോ. എന്ന മാതിരി ഒരു കാഫർ എന്നുള്ള പ്രയോഗം, വാക്ക് ഖുർആനിലുണ്ട്. അതിനെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം. കാഫർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സന്ദേശത്തെ നിഷേധിക്കുന്നവൻ, നബിമാർ കൊണ്ടുവന്നതിനെ നിഷേധിക്കുന്നവൻ എന്നാണ്. അതിന് നേരെ എതിരാണ് മുഅ്മിൻ, ആ സന്ദേശത്തിലൊക്കെ വിശ്വസിക്കുന്നവൻ എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ ഹിദായത്ത് ഇങ്ങനെ വന്നു, അത് വരുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഒരു ഹിദായത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ് ഇത് നമ്മൾ വിശദമായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. എന്തിനാണ് മനുഷ്യന്
ഒരു നബി വരുന്നതും ഒരു ഹിദായത്ത് വരുന്നതും ഒക്കെ അങ്ങനെ ജീവിച്ചാൽ പോരെ? സാധിക്കണ്ടേ മനുഷ്യൻ? അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകൾ ലോകത്തിപ്പുണ്ട്, മുമ്പുണ്ടായിരുന്നു. ഒരു നബിയൊന്നും വേണ്ട, നമ്മളിവിടെ ഇങ്ങനെ ജീവിച്ചു പോയിക്കോളും എന്ന് പറയുന്ന ഒരു സംഗതി. നബിയില്ലെങ്കിൽ ജീവിച്ചു പോവും. ഒരായുസൊക്കെ അള്ളാഹ് നിർണയിച്ചിട്ടുണ്ടല്ലോ, അത് തീരുന്നവരെ ഇവിടെ അങ്ങനെ ജീവിച്ചു പോവും. പക്ഷെ രണ്ട് ജീവിതവും തമ്മിൽ വളരെ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഖുർആന്റെ ഒരു പ്രയോഗം, ദാവൂദ് നബിയോട് അള്ളാഹ് പറയുന്നൊരു വാക്ക് നോക്ക് നിങ്ങൾ. വലാ തത്തബിൽ ഹവാ ഫയുളില്ലുക അൻ സബീലില്ലാഹ് ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ലാഹി ലഹും അദാബുൻ ശദീദുൻ ബിമാ നസൂ യൗമൽ ഹിസാബ്. ദാവൂദ് നബിയോട് പറയണം അള്ളാഹ്, വലാ തത്തബിൽ ഹവാ, നബിമാരുടെ ഹിദായത്ത് വിട്ട് നീ തന്നിഷ്ടമനുസരിച്ച് ജീവിക്കരുത്, അതിന് പിന്തുടർന്നു പോരുത്. ഫയുളില്ലുക അൻ സബീലില്ലാഹ്, അങ്ങനെ തന്നിഷ്ടമനുസരിച്ച് പോയാൽ നിന്നെ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയും. ഇന്നല്ലദീന യളില്ലൂന അൻ സബീലില്ലാഹി, അള്ളാഹുവിന്റെ മാർഗം തെറ്റിപ്പോകുന്ന ആളുകൾ ലഹും അദാബുൻ ശദീദുൻ, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ബിമാ നസൂ യൗമൽ ഹിസാബ്, ഈ വിചാരണ നാളിനെ അവർ മറന്നത് കാരണമായിട്ട്. ഈ ആയത്തിൽ പറയുന്ന ഒരു സംഗതി, അള്ളാഹുവിന്റെ മാർഗത്തെ വേണം പിന്തുടരാൻ, അല്ലാത്ത ഹവയെ പിന്തുടരരുത്. ഹവാർണ തന്നിഷ്ടം അല്ലെങ്കിൽ ദേഹേച്ഛ എന്നൊക്കെ നമ്മൾ പറയും. തന്നിഷ്ടം അല്ലെങ്കിൽ ദേഹേച്ഛയെ പിന്തുടരുത്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം, രണ്ട് ഭാഗങ്ങൾ അവിടെ ഉള്ളത്, നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇതിന്റെ ഭാഗങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ഹിദായത്ത്, ഹുദ എന്ന് പറയുന്ന ഒരു ഭാഗം. രണ്ടാമത്തെ, അതില്ലെങ്കിൽ പിന്നുള്ളത് ഹവ, താന്തോന്നിത്വം, തന്നിഷ്ടം, ദേഹേച്ഛ, അതിന് പിന്തുടരും. രണ്ടാലൊരു വഴിയേ ഉള്ളൂ മനുഷ്യന്റെ മുമ്പിൽ. ഒന്നുകിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഹുദ പിന്തുടരുക, ആണ് ആദ്യം നബിക്ക് കൊടുത്തത്. എന്റെ ഒക്കെ ഹിദായത്ത് വന്നെത്തും, അപ്പൊ നിങ്ങൾ അതിന് പിന്തുടർന്നോളണം. ഇല്ലെങ്കിലോ അത് മനുഷ്യൻ സ്വീകരിക്കാൻ തയ്യാറില്ല, അത് ഞങ്ങൾ കാഫറുകളാന്ന് നമ്മൾ ഒഴിവാകാൻ തീരുമാനിച്ചാൽ എന്താ സംഭവിക്കാനുള്ളത്? പിന്നെ ഈ നബിമാരെ പിന്തുടരുക, അവരുടെ വഹി സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്തുടരാനുള്ളത് ദേഹേച്ഛയാണ്, തന്നിഷ്ടത്തെയാണ്. നമ്മളുടെ ചിന്ത, നമ്മുടെ ശാരീരിക താല്പര്യങ്ങൾ, മാനസിക താല്പര്യങ്ങൾ, അതിൻ്റെ ആസ്വാദനങ്ങൾ, അതിനൊക്കെ അനുസരിച്ച് മനുഷ്യൻ ജീവിച്ചു പോകും. അതിന് നിയമങ്ങളില്ല. അതിന് നിയമമില്ല എന്ന് പറയാൻ കാരണം, അതിന് നിയമം വെക്കാൻ കഴിയില്ല. എൻ്റെ ഇഷ്ടം ആണ് എൻ്റെ ജീവിതം. ഇപ്പോഴത്തെ നമ്മളെ വളരെ ഒരു പുതിയ ലിബറൽ ചിന്തന്റെ ഒരു ഭാഗമാണിത്. ഇപ്പൊ നമ്മൾ ഈ ലിബറലിസം വല്ല വ്യാപകമായി വരുന്നുണ്ടല്ലോ. മൈ ബോഡി മൈ ചോയ്സ്. നമ്മൾ കുട്ടികൾ 18 വയസ്സായാൽ ഒരെന്തും പറയാ. പിന്നെ എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ്, അത് നിങ്ങൾ ഇടപെടേണ്ടതാണ്. 18 വയസ്സായി അങ്ങനെ പറയാം, ആണും പെണ്ണൊക്കെ പറയാം. അത് പൊരുത്തം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വർഷങ്ങളിൽ. ഇപ്പൊ ആണായി ജീവിച്ചു എന്ന് നമ്മൾ പറയുന്ന ഒരാള് നമ്മൾ പറയാം, അല്ല അവൻ പറയല്ല. 18 വയസ്സായിട്ട് ഞാൻ ഇന്നു മുതൽ പെണ്ണാണ് എന്നൊരാൾ പറഞ്ഞ അല്ല എന്ന് വേറൊക്കെ പറയാൻ പാടില്ല എന്നാ. അതപ്പോ നിയമം. ഞാൻ ഇന്ന് പെണ്ണാന്ന് ഒരുത്തം പറഞ്ഞാൽ അല്ല അറിയാൻ പറ്റൂല. എന്റെ ബോഡി ഇന്നു മുതൽ ആണാകുന്നു എന്നൊരു പെണ്ണ്, നമ്മള് പെണ്ണാന്ന് അറിഞ്ഞ ഒരുത്തം പറഞ്ഞാൽ ഓ ആണായിട്ട് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണ്ടേ. അതാണ് എന്റെ ബോഡി എന്റെ ചോയ്സാന്ന് പറഞ്ഞു. തന്നിഷ്ടം എന്നതിന് പറയാം. താന്തോന്നിത്വം, തനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യുന്നതെന്നാ. അതൊക്കെയാണ് പരിപാടി. ഇങ്ങനെ ഒരു ഹവയെ പിന്തുടരുന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹി വരുന്നത് ഹിദായത്ത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. ഈ രണ്ട് അവസ്ഥകളും തമ്മിൽ വളരെ പ്രകടമായ വ്യത്യാസമുണ്ട്. ഒന്നൊരു മാർഗദർശനം, ഡയറക്ഷൻ അങ്ങനെ കിട്ടുകയാണ്, ഗൈഡ് ലൈൻ ഒക്കെ കിട്ടും, നമ്മൾക്കനുസരിച്ച് ജീവിച്ചു പോവാം. മറ്റാരും നിയമമില്ല. വഹിയില്ലെങ്കിൽ, നബിമാർ വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ലോകത്ത് അള്ളാഹു നബിമാരെ പറഞ്ഞയച്ചിട്ട് തന്നെ അല്ല നോക്കുക, എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ? ഇത് നിലനിൽക്കുന്നുണ്ട് എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. അത്ര അപകടാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടം പോലെ ജീവിക്കാം, ഒരു നിയമവും ഇല്ല. തിന്നും കുടിച്ചും ഒക്കെ. ഇപ്പൊ കന്നുകാലികളെ പറ്റി നോക്കും, മനുഷ്യരല്ലാത്ത ജീവികളെ പറ്റി നോക്കുങ്ങൾ, ജന്തുക്കള്, അവര് മാത്രമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ജന്തുക്കളുടെ ലോകത്ത് പ്രശ്നം ഉണ്ടാവില്ല.
അതിന് കാരണം എന്താ അറിയോ? മനുഷ്യന്റെ മാതിരി അല്ല അവര്. അള്ളാഹ് സൃഷ്ടിപ്പിൽ വ്യത്യാസമുണ്ട്. ജന്തുക്കളുടെ ലോകത്ത് അവരൊക്കെ ജന്മവാസന എന്ന് നമ്മൾ പറയുന്ന ആ പ്രകൃതി ബോധത്തിനനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോവുക ചെയ്യുക. ജന്തുക്കൾ അങ്ങനെയാണ്. അത് ജന്തുക്കളുടെ ലോകത്ത് ഏറ്റവും ആദ്യത്തെ മൃഗവും ആ വംശത്തിലും വർഗത്തിലും പെട്ട ഇനത്തിലും പെട്ട ഇന്നത്തെ ഒരു മൃഗവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞാൽ ആദം നബിന്റെ കാലത്തുള്ള ഒരു ആടും അല്ല ഒരു നായയും ഇന്നുള്ള ഒരു ആടും പട്ടിയും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അതിന് കാരണം എന്താ? അവരൊന്നും പുതിയതായിട്ട് പഠിക്കുന്നില്ല. ജന്മന അവർക്ക് കിട്ടിയൊന്നും അവർ മറക്കൂല. അങ്ങനെയാണ് അവരങ്ങനെ ജീവിച്ചു പോവും. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ വളരെ വ്യത്യസ്തനാണ്. മനുഷ്യൻ കാലങ്ങൾക്കും ദിവസങ്ങൾക്കും അനുസരിച്ച് മാറും. നമുക്കറിയാലോ ആ സംഭവങ്ങളൊക്കെ. ഇഷ്ടം പോലെ മാറും മനുഷ്യൻ. ഇപ്പം കുരങ്ങ്, നമുക്ക് വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞു നോക്കാം. കുരങ്ങ് കൂടുണ്ടാക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ. മഴക്കാലത്ത് കൂടുണ്ടാക്കൂല. അതിങ്ങനെ മരത്തിന്റെ ഇലയുടെ ചൂട്ട് കയറി നടങ്ങി തലയും കാട്ടി നിന്ന് മഴ തുള്ളിയാണ് വിറ്റി അങ്ങേറ്റ് മറ്റേ ചാടും അങ്ങോട്ട് ചാടും ഉണ്ടാകും. ഒരു കാലത്ത് അത് വീടുണ്ടാകും. കൂടുണ്ടാക്കുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ആ കുരങ്ങ് ചാടി കളിക്കുന്ന മരം മുറിച്ച് മനുഷ്യൻ എന്ത് ചെയ്യും? വീടും കൂടൊക്കെ ഉണ്ടാക്കും നമ്മൾക്ക് വേണ്ടി. എന്നാ ഈ കുരങ്ങിന്, നമ്മുടെ പൂർവികൻ എന്നാണല്ലോ പറയല്, ആ കുരങ്ങിന് തോന്നണ്ടേ ഈ മരത്തുമ്പോൾ ബലക്കന് പോയി പെരണ്ടാക്കണേ, എനിക്കൊരു പെരണ്ടാക്കിയാലും എനിക്ക് മഴയുള്ള നിൽക്കുക വെയിലുള്ള നിൽക്കുക തോന്നൂല. അതിനങ്ങനെയല്ല. അത്രേ ഉള്ളൂ. അതിന് അത്ര അങ്ങനെ ചിന്തിക്കേണ്ടുള്ളൂ. കുരങ്ങാണ്, അത് ജന്തുവാണ്. ജന്തു സഹജമായ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോയാൽ മതി. എല്ലാ ജീവികളും അങ്ങനെ. അവരുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കുക. അവർക്ക് അബദ്ധം പറ്റൂല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർക്ക് അബദ്ധം പറ്റൂല. കാരണം അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നടത്തേണ്ട ടെസ്റ്റ് മൂക്കുകൊണ്ട് നടത്തിയിട്ടാണ് അവർ കഴിക്കുന്നത്. വേണ്ടാത്തവർ കഴിക്കില്ല. നമ്മൾ കൽപ്പിച്ചൂട്ടി വിഷം കൊടുത്ത് തീറ്റിച്ചാലല്ലാതെ കഴിക്കൂല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളാരെങ്കിലും ഇടപെടാതെ. ഇപ്പൊ ഈ കാട്ടിലെ ഈ വലിയ വനാന്തരങ്ങളിലൊക്കെ നിങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ജീവി, അവിടെ ഉള്ളൊരു ജന്തു ആഹാരം കിട്ടാതെ ചത്തുപോകുന്നില്ല. അവർക്കാർക്കും ആവാസം, അവരുടെ ജീവിതത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ലഭിക്കാതെ പോകുന്നില്ല. അവരൊക്കെ അവര് സൃഷ്ടിച്ച പ്രകൃതി അനുസരിച്ച് ചത്തുപോകുകയും ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊക്കെ കോട്ടം തട്ടിലെവിടെ കാര്യങ്ങള് മനുഷ്യനാണ് പോയി ഇങ്ങനെ ഇടപെടുമ്പോഴാണ് ഒരു പട്ടിണി എടുക്കും. അപ്പോ മനുഷ്യൻ ഇടപെട്ടാൽ ചിലപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടൂല, അവർക്ക് ജീവിത സൗകര്യം ഉണ്ടാവില്ല, സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയും. നമ്മൾ തോക്കും കുന്തൊക്കെ കാര്യം ചെല്ലുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാകുകയാണ്. അവർക്ക് അവർ സ്വന്തം ജീവിക്കുന്നത് ഒരു പ്രശ്നമില്ല. ജന്മവാസന അനുസരിച്ച് പ്രകൃതി ബോധം അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ കഴിയും. മനുഷ്യനോ? മനുഷ്യന് കഴിയില്ല. മനുഷ്യന് എവിടെ നിന്ന് കിട്ടണം? വഹ്യ് വേറെ കിട്ടണം. ഹിദായത്ത് ഇന്നതാന്ന് മനുഷ്യന് വേറെ പറഞ്ഞു കൊടുക്കണം. അതിനാണ് പടച്ചോൻ നബിമാരെ പറഞ്ഞേക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ. ഇപ്പൊ മനുഷ്യന് ആരെയൊക്കെ വിവാഹം കഴിക്കാൻ കഴിച്ചുകൂടാ എന്നുള്ളതിന് ഖുർആനിലനുസരിച്ച് നിയമമുണ്ട്. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. നിയമമുണ്ട്. ജന്തുക്കളുടെ ലോകത്ത് ഒരു നിയമവുമില്ല. മാതാവ്, പെങ്ങള്, മകള് ഒക്കെ ഒരേപോലെയാണ്. ഇണ ചേരാൻ അവർക്ക് യാതൊരു നിയമവുമില്ല. അവർക്ക് വല്ലതും ഉണ്ടോ നമുക്കറിയില്ല. പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് അവരെ ഒരേപോലെയാണ്. ഒക്കെ ഒരേപോലെയാണ് അവർക്കാണ്. കോഴി, പിടക്കോഴി, പൂവൻകോഴി ഒക്കെ ഒന്ന് തന്നെ. അവർക്ക് മേലും പെങ്ങളായാലും ഒക്കെ ഒന്ന് തന്നെ. ഒന്നിച്ച് ജനിച്ചവരൊക്കെ ഒരു പ്രശ്നവുമില്ല. അവരുടെ ലോകത്ത് അതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. എന്നാൽ മനുഷ്യന് പടച്ചോൻ വെച്ച നിയമമുണ്ട്, ഹിദായത്ത്. അതാണ് വഹ്യ്. ആ വഹ്യ് ലംഘിച്ചോടത്തൊക്കെ പ്രശ്നം ഉണ്ടല്ലോ. എയ്ഡ്സ് മാരകമായ ലൈംഗിക രോഗമാണ്. അതെന്താ? സദാചാരപരമായി ജീവിക്കുന്നിടത്ത് അതില്ല. ഇപ്പൊ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ആളുകൾ പരിഹസിക്കുന്ന വിഷയം, ഒരു പുരുഷന് 4 വരെ വിവാഹം കഴിക്കാം. ഒരു അനുവാദമുണ്ട്. 1, 2, 3, 4 വരെ ആകാം. ചില ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ഒരാൾക്ക് വീഴ്ചയിൽ ഏർപ്പെടാമെന്നാണ് അതിന്റെ അർത്ഥം. ഒരു പുരുഷന് ഒരു രോഗവും അതിന്റെ പേരിൽ ഇന്ന് വരെ ലോകത്ത് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ഒരാൾക്ക് 4 ഭാര്യമാരുണ്ടായിട്ടാണ് അയാൾക്ക് ലൈംഗിക രോഗം ഉണ്ടായതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ എവിടെ റിപ്പോർട്ട് ചെയ്തു? അങ്ങനെ സംഭവമേ ആരും പറയുന്നില്ല. എന്നാൽ അയാൾക്ക് ഒരു ഭാര്യയുള്ളൂ, അല്ലാത്തത് 2 ഉണ്ട് 3 ഉണ്ട് എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ പറയുന്നത് വ്യഭിചാരം, വേശ്യാവൃത്തി എന്ന് പറയുന്നിടത്ത് നിയമലംഘനാണ്. അവിടെയൊക്കെ രോഗങ്ങൾ വരുന്നു, മാരകമായ രോഗങ്ങൾ വരുന്നു. നമ്മൾക്ക് പ്രതിരോധിച്ച് നിർത്താൻ കഴിയാത്ത വിധം മറികടന്നു വരുന്നു. ഈ എയ്ഡ്സിന്റെ രോഗാണുക്കളെ പറ്റി പറയാറുള്ളത്, ബാക്കി രോഗാണുക്കളൊക്കെ ഈ പലയിടത്തും പ്രതിരോധിക്കാൻ സംവിധാനം ഉണ്ട്. ഗർഭാശയത്തിന്റെ ഉള്ളിലേക്ക് ഭ്രൂണത്തിന്റെ അടുക്കിലേക്ക് ഒരുവിധം ഒന്നും കയറി ചെല്ലില്ല, അത്രയും പ്രൊട്ടക്റ്റഡ് ആണ് ആ ഏരിയ. ഖറാറിൻ മക്കി എന്ന് ഖുർആൻ പറഞ്ഞതാ. ഗർഭാശയത്തിന്റെ അകത്ത് ഒരുവിധം ഒന്നും കയറി ചെല്ലൂല, അതിന് മാത്രം പ്രൊട്ടക്ഷൻ വെച്ചിട്ടാണ്. പക്ഷെ എയ്ഡ്സിന്റെ അവിടേക്കും ചെല്ലുമല്ലോ. ജനിക്കുമ്പോ തന്നെ കുട്ടിക്ക് അതിന്റെ ലക്ഷണങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ സംഭവം? എന്താ എയ്ഡ്സ് ഉണ്ടാകുന്നിടത്ത് എന്താ പ്രശ്നം? എന്തിനാ എയ്ഡ്സ് ഉണ്ടാണ്? 4 ഭാര്യമാരിലോടത്ത് അതില്ല, ഒന്നിലധികം വേശ്യകൾ ഉണ്ടായാൽ, ഭാര്യക്ക് പുറമെ ഒന്നിലധികം പുറമുണ്ടായാൽ അയാൾക്ക് രോഗം വരുന്നു. എന്താ തമ്മിലുള്ള വ്യത്യാസം? ഭൗതികമായിട്ട് നോക്കി യാതൊരു വ്യത്യാസമില്ല, ഒന്ന് തന്നെ രണ്ടും. ഭാര്യ ആയാലും വേറെ സ്ത്രീ ആയാലും ഒക്കെ ഒന്ന് തന്നെ. പക്ഷെ എന്താ വ്യത്യാസം? മനുഷ്യന് അങ്ങനെ പറ്റില്ല, പക്ഷെ മൃഗങ്ങളെ ലോകത്ത് അതില്ല. അങ്ങനെ വരും, ഫെയിലിൽ നിനക്ക് പഴച്ചു പോകും, അബദ്ധത്തിൽ പെട്ടു എന്ന് ഖുർആൻ പറഞ്ഞതാ. അതാണ് അള്ളാഹു വഹ്യ് എന്ന് പറഞ്ഞിട്ട് നബിമാരെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനാണ് വഹ്യ് വരുന്നത്. അതാണ് ഹിദായത്തിന്റെ വഴി. മറ്റത് ഹവയാണ്, തന്നിഷ്ടമാണ്. കന്നുകാലികൾ അങ്ങനെയാണ്. എന്നാൽ അവർക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ഖുർആൻ അതിനെ പറ്റി പറയുന്നു, വല്ലദീന കഫറൂ യതമത്തഊന വയഅകുലൂൻ കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വൽ ലഹും. ഒരു സന്ദർഭത്തിൽ ഖുർആൻ പറയുന്ന വല്ലദീന കഫറൂ യതമത്തഊൻ, ഈ സന്ദേശങ്ങളെ അവിശ്വസിക്കുന്ന ആളുകൾ, നബിമാർ കൊണ്ടുവന്നതിന് എതിര് നിൽക്കുന്ന ആളുകൾ, യതമത്തഊന വയഅകുലൂൻ, അവർ ജീവിതത്തിൽ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു, വയഅകുലൂൻ തിന്നുകയും ചെയ്യുന്നു, കമാ തഅകുലുൽ അൻആം കന്നുകാലികൾ തിന്നുന്നത് പോലെ, കന്നുകാലികൾ തിന്നുന്നത് പോലെ, വന്നാറു മസ്വലു, അതിന്റെ പരിണിതി അള്ളാഹ് പറയുന്നു, അവസാനം അവർക്ക് എത്താള് നരകാണ് എന്ന്. ഇപ്പൊ ഇവിടെ പറഞ്ഞു നോക്കുകള്, അവര് ജീവിതം ഇങ്ങനെ ആസ്വദിക്കും, ജീവിതത്തിൽ തിന്നും കുടിച്ചും കന്നുകാലികളെ പോലെ ഇങ്ങനെ പോകുന്ന, ഒരു വ്യത്യാസവും ഇല്ലാന്ന. അപ്പൊ കന്നുകാലിയിൽ നിന്ന് മനുഷ്യന് വ്യത്യാസം ഉണ്ട്, അതാണ് ഖുർആൻ പറയുന്നത്. ആ വ്യത്യാസം ഈ ഹിദായത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോഴാ. ഇല്ലെങ്കിൽ എന്താ വ്യത്യാസം? ഈ യൂറോപ്യൻ രാജ്യങ്ങളെ പറ്റി പറയുന്ന ചില റിപ്പോർട്ടുകളുണ്ട്, ഒരു വ്യത്യാസവുമില്ല. ഉടുക്കണമെന്ന് നിയമമല്ല, ഇന്നതൊക്കെ ആകാം ആയിക്കൂടെ എന്ന് നിയമങ്ങളില്ല. തനി താന്തോന്നിത്വം നമ്മൾ പറയുന്നത്, താന്തോന്നിയായിട്ട് ഇങ്ങനെ ജീവിക്കുക, അങ്ങനെ തനിക്ക് തോന്നുന്നതൊക്കെ ചെയ്ത് അങ്ങനെ പോവുക, അങ്ങനെ അവർക്ക് നരകാണ് പോകാനുള്ളത്. അപ്പൊ എന്താണ് പ്രശ്നം? അതുകൊണ്ട് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് ദുരന്തങ്ങൾ. പലതും നമുക്കൊരു സഹസ്രം ഇങ്ങനെ പറയാൻ കഴിയില്ല, അത്ര വഷളാണ് അവരുടെ ആ മേഖലയിലേക്കുള്ള പല ജീവിതവും. അതിന് കാരണം എന്താ? ഒന്നുമില്ല, നിയമങ്ങളില്ല. ഇപ്പോ ആ വിഷയത്തിലൊക്കെ പഠിക്കുന്ന ചില ആളുകൾ, അനുഭവസ്ഥരായ പല ആളുകൾ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളെ ഈ പോൺ ചിത്രങ്ങൾ, ഈ ലൈംഗിക ചിത്രങ്ങളൊക്കെ ഒന്നായിട്ട് കുടുംബസമേതം കൊച്ചു കുട്ടികളടക്കി ഇരുന്ന് കാണുവര്, ഒന്നിച്ച് ഈ വൃത്തികേട് ഒന്നിച്ചിരുന്ന് കാണും. അതിലെന്താ കാണുന്നതിനെന്താ? അത് പാടില്ല എന്ന് വല്ല നിയമം ഉണ്ടെങ്കിലല്ലേ. അത് ഒന്നിച്ച് അനുഭവിക്കും കുടുംബസമേതം. നമുക്കത് പറയാൻ തന്നെ കഴിയില്ലല്ലോ, അവർക്കത് പ്രശ്നമല്ല. അതിന്റെ ദുരന്തങ്ങൾ അവരനുഭവിക്കുന്നു. എന്നുവെച്ചാൽ മനുഷ്യനല്ലാതായി മാറും. ഈ പറഞ്ഞ കന്നുകാലികളെ പോലെ അറിഞ്ഞില്ലേ? ആ കന്നുകാലില് വേറെ സ്ഥലത്ത് ഖുർആൻ വേറെ സന്ദേശത്തെ പറ്റി പറഞ്ഞെടുത്ത് ബൽഹുമവല്ല്, കന്നുകാലികളെക്കാൾ മോശമാണ് ആ മനുഷ്യന്ന. കന്നുകാലികൾക്ക് അവരുടെ നിലവാരം ഉണ്ടാവും, അത് തെറ്റിക്കാൻ അവർക്ക് കഴിയില്ല. എന്നുവെച്ചാൽ അവര് ജന്തു സഹജമായ വികാരങ്ങളായിട്ട് അങ്ങനെ പോവും. ഇതല്ല, ഇത് മനുഷ്യന് കുറച്ച് ബുദ്ധി കൊടുത്തതുകൊണ്ട് അതിനൊക്കെ മറികടന്നു പോവും മനുഷ്യൻ.
അതിന്റെ പാരമ്യത എത്രയാണോ കിട്ടാൻ പറ്റുന്നൊക്കെ നോക്കും, അവസാനം തൊലഞ്ഞു മടുത്ത് തിരിച്ചു പോരും. ഈ പറയുന്നതിന്റെ അർത്ഥം നബിമാർ വഹ്യ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ലോകത്ത് നിലനിൽപ്പുണ്ടാവില്ല, മനുഷ്യ സമൂഹത്തിൽ മനുഷ്യന് നിലനിൽക്കില്ല. ഹിദായത്താണ് അതിന്റെ ശരിക്കുള്ള മാർഗം, അത് പിന്തുടരുകയാണ് വേണ്ടത്. നബിമാരാണ് വഹ്യ് മുഖേന കിട്ടുന്നതാണ്, അത് നബിമാരിൽ വിശ്വസിക്കുക എന്നാണ്. മറ്റ് താൻ തോന്നിത്ത ഖുർആന്റെ ആയത്തോ വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. സൂറത്തുൽ ഖസസിൽ കൃത്യമാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു, തന്റെ ഹവയെ തന്നിഷ്ടത്തെ പിന്തുടർന്നവനേക്കാൾ പിഴച്ച മറ്റൊരാൾ ആരാളുള്ളത്? തന്റെ തന്നിഷ്ടത്തേക്കാൾ താന്തോന്നിത്തത്തെ പിന്തുടർന്നവനേക്കാൾ പിഴച്ച മറ്റൊരാളുണ്ട്. ആരാണുള്ളത്? ബിഗൈരി ഹുദം മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഹിദായത്ത് സ്വീകരിക്കാതെ, നബിമാർ കൊണ്ടുവരുന്നത് ഒഴിവാക്കിയിട്ട് തന്നിഷ്ടം സ്വീകരിക്കുന്നവനേക്കാൾ പിഴച്ച മറ്റൊരാൾ ആരാളുള്ളത്? ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളായ ആളുകൾക്ക് അള്ളാഹു സന്മാർഗം കാണിച്ചു കൊടുക്കില്ല, നിലനിൽക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കാൻ രണ്ട് കാര്യം വേറിച്ച് പറഞ്ഞു. ഒന്ന് തന്നിഷ്ടം അനുസരിച്ച് ജീവിക്കുക, മറ്റേ നബിമാരുടെ സന്ദേശം അനുസരിച്ച് ജീവിക്കുക. നബിമാരിൽ നിന്ന് കിട്ടുന്ന സന്ദേശം ജീവിക്കുന്നതിന് ശരിക്കുള്ള മാർഗമായ മറ്റവനേക്കാൾ പഴച്ച ഒരാളില്ല, അതിനേക്കാൾ വലിയൊരു പിഴവില്ല. അത് വേണ്ട എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്താണ്. അതാണ് മനുഷ്യന്മാർ ശരിക്കും കൊണ്ടു നടക്കുന്ന സംഗതികൾ. ഇപ്പൊ നിങ്ങൾ നോക്കുക, മനുഷ്യന് ഇപ്പൊ വഹിയൊന്നും സ്വീകരിക്കുന്നില്ല, നബിമാരൊന്നും കിട്ടണമെന്നും സ്വീകരിക്കാതെ ഇങ്ങനെ താന്തോന്നിയിൽ ജീവിച്ചാല് പല രംഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇതൊക്കെ അംഗീകരിച്ച് തന്നെയാണ് ജീവിക്കുന്നത്, വെറുതെ അങ്ങനെ പറയാനേ ഉള്ളൂ. ഇപ്പൊ നമ്മൾക്ക് പിന്നെ അവലംബിക്കാനുള്ളത് എന്താ? കന്നുകാലികൾക്ക് അവരുടെ ജന്മവാസന ഉണ്ട്, മനുഷ്യന്മാർക്കോ ജന്മവാസന അനുസരിച്ച് പോകാൻ കഴിയില്ല. ബാക്കി ഇങ്ങനെ ബുദ്ധി ഉള്ളതുകൊണ്ട് പലതും പിന്നെ ഇങ്ങനെ ചെയ്തു കൊടുക്കും. അപ്പൊ അതിനൊരു കടിഞ്ഞാണിടാനുള്ള മാർഗം എന്താ? നിയന്ത്രണം. ഇന്നതൊക്കെ പറ്റും പറ്റില്ല എന്നാൽ ഇപ്പൊ ഒരാളെ, ഒരു ഉദാഹരണം, ഒരാൾ നല്ലോണം കൃഷിയും കച്ചവടമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് കുറെ മുതലുണ്ടാക്കി, അയാൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. മറ്റൊന്റെ അടുത്ത് ഒന്നുമില്ല, മറ്റൊന്നുമില്ല, അവൻ്റെ അടുത്ത് ഒന്നുമില്ല. അതുകൊണ്ട് നല്ലോണം സുഖിച്ച് ജീവിക്കുന്നു. ഇവൻ്റെ അടുത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൗകര്യം കുറവുണ്ട്. ഇവനെന്ത് ചെയ്യാ? ആ സമ്പത്തൊക്കെ ഓനെ നല്ലോണം രാത്രി പോയി ആണ്ട് കൊന്ന് എടുത്ത് ഇങ്ങനെ പോരാ. എന്താ പോനായിട്ട് സുഖിച്ച് ജീവിക്കണിരിക്കും വേണ്ടേ, എടുത്തിട്ട് പോരാ എന്ന് ചെയ്യാൻ മനുഷ്യന് വേണമെങ്കിൽ ഇതൊന്നും അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ അത് ചെയ്യാതിരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? അത് വഹീന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഹിദായത്താണ്, നബിമാർ കൊണ്ടുവരുന്ന. അങ്ങനെ ചെയ്യരുത്, നമ്മൾ ചെയ്യാക്കണമുണ്ട. അതില്ലാത്ത ഒരാൾക്ക് ഇത് ചെയ്യാം. കാരണം എന്താ? അയാളെ ജന്തു സഹജമായ വികാരമാക്കി അയാൾ മനുഷ്യത്വം അയാളെ നിന്നാണ് പോവും, പിന്നെ ജന്തുവായി മാറും. അയാൾക്ക് അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു നിയമം ലോകത്തില്ല. എന്താ പോയി ചെയ്താല്? ഒരാൾ അങ്ങനെ ചെയ്തു, എന്തായാലും പ്രശ്നം എന്താ? പ്രശ്നം എന്താ? ഒരു പ്രശ്നവുമില്ല. പ്രശ്നം എന്താ? അയാൾ പോലീസ് പിടിക്കുന്നോ? പോലീസിനും തട്ടാലോ, പിന്നെന്താ? അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറയാനുള്ള അധികാരം ആർക്കാ ഉള്ളത്? ഒരാൾ ഉണ്ടാക്കിയ സമ്പത്ത്, നമ്മൾ അയാളെ സമ്പത്ത് അയാളെ കൊള്ളയടിച്ചു കൊണ്ട് കൊണ്ടുപോരുന്നത് തെറ്റാണ് എന്ന് പറയുന്ന എന്ത് നിയമമാണ് നബിമാരുടെ വഹി ഇല്ലെങ്കിൽ ലോകത്തുള്ളത്? ഒരു നിയമവുമില്ല, ഒരു നിയമവുമില്ല. ആർക്കും നിയമം പറയാൻ കഴിയില്ല. കാരണം എന്താ പറയുക? നിങ്ങൾ ഇപ്പൊ ഒരാൾ പറയാം, അല്ലെ നമ്മളെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി പറയാം ഇന്ത്യ രാജ്യത്തെ പറ്റി, ഒരാളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ പറയാം. ആരാ വിജയ് പറയാൻ? ഞാൻ പറയുന്നു അത് ശരിയാകുന്നു. കാരണം എന്താ? നീ വേറൊരു മനുഷ്യനാണ്, ഞാൻ വേറൊരു മനുഷ്യനാണ്. നിനക്ക് എൻ്റെ അഭിപ്രായം പറയാം, എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം, എൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടാണത്. അതാകുന്നു ശരി. ശരിയാവുന്നില്ല, അതാണ് ശരി. കാരണം ഒരു മറ്റേനൊക്കെ അധ്വാനം ഉണ്ട്, ഇതിൽ അധ്വാനം ഇല്ല, വെറുതെ കിട്ടും. ബാഗുകളൊക്കെ കൊള്ളടിച്ചിട്ട് കൊണ്ടുവരിക, ഒരു പ്രശ്നവുമില്ല. അത്ര സൗകര്യമുള്ള ഏർപ്പാടുണ്ടോ? അപ്പൊ അതാകുന്നു ശരി. കാരണം എന്താ? എന്റെ തീരുമാനം എടുക്കേണ്ടത് എന്റെ ഹവയാണ്, എന്റെ ഇഷ്ടമാണ്. അതിൽ ഒരു വഹി വേറല്ലാത്തത് കൊണ്ട്, വഹി ഉണ്ടെങ്കിൽ ഇതൊന്നും പറ്റൂല. വഹിയില്ല, നെയ്മാരില്ല, അവിടെ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ജീവിക്കാം. അപ്പൊ അത് തെറ്റാന്ന് പറയാൻ ഒരാൾക്ക് അധികാരമല്ല. ഒക്കെ അവനവൻ ചെയ്യുന്നൊക്കെ ശരിയാവും.
ഇപ്പൊ ലോക രാഷ്ട്രങ്ങളൊക്കെ കൂടിയിട്ട് UN എല്ലാവരും കൂടി ഒരു നിയമം പാസ്സാക്കുക. എന്ത് നിയമം? ഒരാളെ കൊല്ലുന്നത് കുറ്റകരമാണ്. UN അങ്ങനെ പറയാം. നിങ്ങളെ അഭിപ്രായമല്ലേ? എന്റെ അഭിപ്രായം എന്താ? കൊല്ലുന്നതാണ് നല്ലത്, എന്റെ സുഖജീവിതത്തിൽ നല്ലത്. പാടില്ല എന്ന് പറയാം. ഒരു കാര്യം ഹലാൽ ഹറാം നിയമം ഉണ്ട് ഇല്ല എന്ന് പറയാനുള്ള അവകാശം മനുഷ്യരാശിക്ക് വിട്ടുകൊടുത്തിട്ടില്ല. പറഞ്ഞാൽ കഴിയില്ല എന്നർത്ഥം. നമ്മളിപ്പോ കളവ് പറയുന്നത് തെറ്റ്, സത്യം പറയുന്നത് ശരിയാന്ന് പറയണ്ടല്ലോ. ആരാത് പറഞ്ഞ്? നിങ്ങൾ പല ആൾക്കാരോട് ചോദിച്ചു നോക്കേണ്ടി. കളവ് പറയണ നല്ല സുഖം, പല രംഗത്ത് സുഖം സൗകര്യമൊക്കെ കളവ് പറയണ. സത്യം പറഞ്ഞാൽ ചിലയിടത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുമാണ്. ഒന്നുമില്ലെങ്കിൽ മുണ്ടാതെങ്കിൽ നിൽക്കും ആൾക്കാർ, ബുദ്ധിമുട്ട് സഹിക്കാനാവില്ല വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടുമാണ്. നിങ്ങളുടെ എങ്ങനെ ഇത് ശരിയും അത് തെറ്റുമാകുന്നത്? അങ്ങനെയൊന്നുമില്ല. നമ്മൾ മതം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്താ, നമുക്ക് ഏതാണോ സൗകര്യം അത് പറയണതാണ് ശരി. സന്ദർഭം അനുസരിച്ച് ഏതാണോ, ചിലടത്ത് സത്യം പറഞ്ഞായിരിക്കും ഗുണം കിട്ടുക, അപ്പൊ അത് നോക്കുക, അത് ശരി. അവിടെ ചിലടത്ത് നുണ പറഞ്ഞാണിക്കാരൻ നല്ലത്, ലാഭം കിട്ടുക, അപ്പൊ അത് നല്ലത്. ഇത് സത്യം പറയുന്നത് ശരിയാണെന്നും കളവ് പറയുന്നത് തെറ്റാണെന്നും പറയുന്ന ഒരു നിയമം ലോകത്തില്ല. അള്ളാഹുവിന്റെ വഹയില്ലെങ്കിൽ അള്ളാഹ് പറയുന്നു, നബിമാരിലൂടെ പറഞ്ഞു വരുന്നു, ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് അത് ശരിയും തെറ്റുമാകുന്നത്. ഇല്ലെ ശരിയും തെറ്റും നിർണയിക്കാൻ മനുഷ്യന് കഴിയില്ല. മനുഷ്യൻ നിർണയിച്ചാൽ അവനവന്റെ ഇഷ്ടം അനുസരിച്ചൊക്കെ മനുഷ്യന്മാർ തീരുമാനം എടുക്കും. ആ തീരുമാനം മനുഷ്യരാശിക്ക് തന്നെ നാശം ഉണ്ടാക്കുക. ഇതൊക്കെ മൊത്തത്തിൽ പറയുന്നത് എന്താ അറിയോ? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അള്ളാഹു ഹുദൻ, എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വരുമ്പോൾ, ഫമൻ തബിയ ഹുദായ, എന്റെ മാർഗദർശനത്തെ ആരാണോ പിന്തുടർന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയക്കേണ്ടതില്ല, പരലോകത്തെത്തിയതിനു ശേഷം കഴിഞ്ഞ കാലം ജീവൻ നഷ്ടമായി എന്നോർത്ത് ദുഃഖിക്കുകയും വേണ്ടതില്ല. രണ്ടുമില്ലാതെ ജീവിക്കണമെങ്കിൽ നബിമാർ മുഖേന കിട്ടുന്ന വഹി സന്ദേശം ജീവിക്കണം. അതല്ലാത്തൊരു വഴിയേ നിങ്ങൾക്കില്ല. അതല്ലാത്ത വഴി എന്ന് പറഞ്ഞാണ് ഹവ, തന്നിഷ്ടത്തെ പിന്തുടരുക എന്ന് പറയുന്ന ഒരു സംഗതി. ആ തന്നിഷ്ടം പിന്തുടർന്ന ലോകമാകെ നമ്മൾ പറയുന്നത് താറുമാറാകും, ആകെ കുത്തഴിഞ്ഞു പോകും. ഒന്നുമില്ലാതെ ആ ആദം നബിനെ സൃഷ്ടിച്ചെടുത്ത അള്ളാഹ് പറയുന്നുണ്ടല്ലോ, മലക്കുകൾ ചോദിക്കുന്ന ആണ് മനുഷ്യൻ. അള്ളാഹുവെ, നീ അവിടെ ഭൂമിയിൽ ആദമിനെ സൃഷ്ടിക്കാൻ പറഞ്ഞ അപ്പൊ മലക്കുകൾ ചോദിച്ച ചോദ്യം അതാ, ഭൂമിയിൽ രക്തം ചിന്തുന്നവരെയും കുഴപ്പമുണ്ടാക്കുന്നവരെയാണോ സൃഷ്ടിക്കുന്നതെന്നാ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ സംഗതിയിലുണ്ട്, പ്രകൃതിയിലുണ്ട് എന്നർത്ഥം. അത് തടയുന്നത് എന്താണെന്നറിയോ? ഈ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഹിദായത്ത് സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ ഒരാളെ കൊല്ലാത്തത് എന്തുകൊണ്ടാ? നമുക്ക് ലാഭം നഷ്ടം നോക്കിയിട്ടല്ല, നമ്മൾക്ക് അള്ള പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഏത് വശത്തിലൂടെ നോക്കുമ്പോഴും ഒരു വഹ്യ് വരാതെ, നബിമാരെ അള്ളാഹു നിയോഗിക്കാതെ, അവർ മാതൃക കാണിച്ചു തരാതെ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയില്ല. ഒരു ഭാഗം കൂടി അതിൻ്റെ പറയട്ടെ. ഇന്ന് ലോകത്ത് മതമുള്ളവരും നബിമാരെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരുമായ ആളുകളൊക്കെ കൊണ്ട് നടക്കുന്ന കുറെ ധാർമ്മിക മുറകളുണ്ട്. പൊതുവെ മനുഷ്യന്മാർ അംഗീകരിക്കുന്ന വാല്യൂസ് എന്നൊക്കെ ഇവർ പറയാം, മൂല്യങ്ങൾ എന്ന് പറയും. ഈ മൂല്യങ്ങൾ മുഴുവനും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഒരൊറ്റ ഒന്ന് മനുഷ്യണ്ടാക്കിയല്ലേ, മനുഷ്യണ്ടാക്കി ആരും അംഗീകരിക്കൂല. ഇപ്പൊ നമ്മൾ പറഞ്ഞ സത്യം പറയണമെന്ന മൂല്യം എല്ലാവരും പറയില്ല, എല്ലാ മതമുള്ളവരും ഇല്ലാത്തതിലൊക്കെ പറയും. കളവ് പറയാൻ പാടില്ല. എന്താ കളവ് പറഞ്ഞാല്? നേരത്തെ ചോദിച്ചാല് കളവ് പറഞ്ഞാൽ എന്താ? പറയാനില്ലാരെ പാടില്ലാരെ, നീ ആരാ? എനിക്ക് സൗകര്യം അതാ. പക്ഷെ അത് പാടില്ല എന്ന് മൊത്തം ആ മൂല്യങ്ങളൊക്കെ എവിടുന്ന് കിട്ടിയാലേ? നിങ്ങൾ കുറെ മൂല്യങ്ങൾ പൊതുവായിട്ട് അംഗീകരിക്കും. ഈ മൂല്യങ്ങൾ മുഴുവനും ഈ നബിമാരിലൂടെ അള്ളാഹു വഹയ്യായിട്ടാണ് കൊടുത്തതാ. അത് നിഷേധികളായ ആളുകളും ഫലത്തിൽ കൊണ്ടു നടക്കുന്നു. അതാണ് ലോകം നിലനിൽക്കാൻ തന്നെ കാരണം. അല്ലെങ്കിൽ ഒരു നിലനിൽപ്പുള്ള അള്ളൊരു വഹയ്യ കൊടുത്തിട്ട് നബിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സംഗതി നിൽക്കൂല. അവിടെ വൈൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, അള്ളാഹ് പറയാണ്, ഒരൊറ്റ സമൂഹവുമില്ല
അള്ളാഹു ഒരു താക്കീതുകാരനെ പറഞ്ഞു വിടാത്തതായിട്ട് എവിടെയുമില്ല. ഒരുപാട് നബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. ഒരു റസൂലിനെ പറഞ്ഞ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാതെ ആരെയും നമ്മൾ ശിക്ഷിക്കൊന്നുമില്ല. എല്ലാവർക്കും പറഞ്ഞതിൻ്റെ ഒക്കെ പറഞ്ഞുതരും, പഠിപ്പിച്ചതിൻ്റെ ഒക്കെ പഠിപ്പിച്ചു തരും. ഒക്കെ ഇതാ നബിമാരെ പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ നബിമാരിൽ വിശ്വസിക്കാറുണ്ട്. നബിമാർ അള്ളാഹ് പറഞ്ഞയച്ചത് ഇത് പഠിപ്പിച്ചു തരാനാണ്. ആ നബിമാർ അങ്ങനെ വന്നിട്ടുമുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ സമൂഹവും ഇല്ലാന്ന സമൂഹവും ഇല്ലാന്ന ലോകത്ത് ഇപ്പൊ നമ്മൾക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് എല്ലായിടത്തും അറിയാം. ഒരു ഗ്രാമം പോലെയെന്നാ, ഒരു ഗ്രാമം പോലെയായി മാറിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളൊന്നുമില്ല, ഒക്കെ രാജ്യങ്ങളാണെന്നൊക്കെ നമ്മളൊക്കെ ഇവിടെ അടുത്തൊക്കെ തന്നെയുള്ള മാതിരി ഒന്നിച്ചെല്ലാ കാര്യം തിരിച്ചറിയാവുന്നതിനും ഒക്കെ നിമിഷ നേരം കൊണ്ട് സന്ദേശങ്ങൾ അങ്ങോട്ടൊക്കെ അറിയാം. ഇതല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഈ ഇന്ത്യ കണ്ടുപിടിച്ചു, യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കണ്ടുപിടിക്കാൻ താഴ്നാടില്ലാത്ത പുതിയ ഉണ്ടാക്കി കൊണ്ടൊന്നൊന്നല്ല. അവിടെ ഉള്ളത് അവിടെ ഇങ്ങനെ സ്ഥലം കുറച്ച് ആൾക്കാരുണ്ടില്ല എന്നുള്ളത്, ഇങ്ങനെ കപ്പലിലൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ കരക്ക് അടിഞ്ഞു നോക്കും, ഉണ്ടില്ല എന്ന് പറയാണ്. അതായി കണ്ടുപിടിച്ചു പറയുന്നത്. അങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത, പരസ്പരം ആശയവിനിമയം ഇല്ലാത്ത ലോകത്ത് പല തുരുത്തുകളിലായിക്കൊണ്ട് പല സ്ഥലത്തും ജനങ്ങൾ ജനവാസം ഉണ്ടായിരുന്നു. ഇപ്പൊ ഭൂമിന്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ മറ്റേ ഭാഗത്തുള്ളവരും അറിയില്ല. അതിൻ്റെ ഇടക്ക് കടല. കപ്പലിൽ ചെന്ന് യാദൃച്ഛികമായിട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ കുറച്ചുണ്ട് അവിടെ കണ്ടുപിടിച്ചു, അമേരിക്ക കണ്ടുപിടിച്ചു എന്നൊക്കെ പറയല. ആ കണ്ടുപിടിക്കലാതാ അല്ല, അവിടെ ആദ്യം എല്ലാ സാധനം അവരറിയില്ലായിരുന്നു അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഈ തുരുത്തുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് അവിടെയൊക്കെ ഉള്ള മനുഷ്യന്മാർക്ക് ഒരേപോലെയുള്ള മൂല്യങ്ങളുണ്ട്. ഏകദൈവ ആരാധന, ബഹുദൈവാരാധനയ്ക്കുള്ള പോരാട്ടം, നമ്മൾ ഈ പറയുന്ന ഒരേമാതിരിയുള്ള വിശ്വാസങ്ങൾ ഇവിടെയൊക്കെ നിലനിൽക്കുന്നു. ഇതെങ്ങനെ ഇവർക്കൊക്കെ ഒരേമാതിരി വന്നത്? എല്ലായിടത്തും ഒരേ സന്ദേശവുമായിട്ട് അള്ളാഹു നബിമാരെ അയച്ചതുകൊണ്ടാണ്. ആ സമൂഹത്തിലേക്ക് നബിമാർ വന്നതുകൊണ്ടാണ്. വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു മുന്നറിയിപ്പുകാരൻ വരാത്ത ഒരു സമൂഹം ലോകത്തുണ്ടായിട്ടില്ല എന്നാണ്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. ഒരു റസൂലിനെ പറഞ്ഞയച്ച് പഠിപ്പിക്കാതെ നിങ്ങൾ ആരും അള്ളാഹ് ശിക്ഷിക്കൂല. അപ്പൊ അള്ളാഹ് എല്ലായിടത്തും ആളെ പറഞ്ഞയച്ചിട്ടുണ്ട്, പഠിപ്പിച്ചും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരേമാതിരിയുള്ള സന്ദേശം നിലനിൽക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ആ ഒരു സന്ദേശം എല്ലായിടത്തും ഉണ്ടാവും. എവിടെയും നബിമാർക്കൊക്കെ ജനങ്ങൾക്കൊക്കെ അള്ളാഹു നബി. അതില് ഇമാം അഹ്മദൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ റസൂല് പറയുന്നുണ്ട്, എല്ലാ ഭാഷയിലും വന്നിട്ടുണ്ട്. എല്ലാ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു ജനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഭാഷയിലാണ് നബി വരിക. ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്നാ ഖുർആൻ പറഞ്ഞ. ആ നാട്ടുകാരുടെ ഭാഷയിലല്ലാതെ ഒരു നബി വരൂല. ഇപ്പം കേരളത്തിലെ നബി വരുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നബി വരൂല, അറബി സംസാരിക്കുന്ന, ഇവർക്ക് മലയാളം പറഞ്ഞ നബി വരുള്ളൂ. അങ്ങനെയാണ് ഓരോ സ്ഥലത്തേക്ക് ഓരോ തരത്തിലുള്ള ഭാഷ സംസാരിക്കുന്നത്. അന്ത്യപ്രവാചകന്റെ മാത്രമേ വ്യത്യാസമുള്ളൂ. എല്ലാവർക്കും ഉള്ള ഭാഷയും ഒക്കെ ഒന്നായി മാറുന്ന ഒരു കാലത്ത് അതിന് പറ്റുന്ന ഗ്രന്ഥം ഇറക്കി തന്നുള്ളൂ. ബാക്കി ആ സമൂഹത്തിലേക്ക് വരുന്നിടത്തേക്ക് റസൂല് പറയുന്നുണ്ട്. ഒരിക്കലും അബൂദർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഈ നബിമാരൊക്കെ വന്നതിൽ 4 പേര് മാത്രമേ അറബികളുള്ളൂ എന്നാ. 4 പേര് മാത്രമേ അറബികളുള്ളൂ എന്നാ. ബാക്കിയൊക്കെ അനറബികളാണെന്നാ. ഒന്ന് ഹൂദ്, സ്വാലിഹ് നബി, ഹൂദ് നബി, പിന്നെ ഷുഐബ് നബി, വസാഹിബിക്ക് നിങ്ങളുടെ ആള് മുഹമ്മദ് നബി എന്ന് പറഞ്ഞ നബിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അടുത്തടുത്ത് അറബ് രാജ്യത്തിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളാണ്. ആദ് സമൂദ് ഗോത്രങ്ങളുടെയൊക്കെ നാട്. നിങ്ങൾ സഞ്ചരിക്കുന്ന ഇടമാണ് നമുക്ക് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ വന്ന് ഹൂദ് നബിയും സ്വാലിഹ് നബിയും ഷുഐബ് നബിയും ഇതൊക്കെ തൊട്ടടുത്ത് വന്ന ആൾക്കാരാ. മുഹമ്മദ് നബിന്റെ കുറച്ച് മുമ്പുള്ള ആൾക്കാരാ. ആ നബിമാരൊക്കെ അറബികളാ. പിന്നെ നിങ്ങളാളായ മുഹമ്മദ് നബി അറബിയാണ്, ബാക്കിയൊന്നും അറബിയല്ല. അപ്പൊ അറബിയല്ലാത്ത നബി വരും. അറബിയല്ലാത്താണ് നബിമാർ മുഴുവനും. എത്രയോ നബിമാർ വന്നായിട്ട് ഹദീസിൽ കാണാം. 100,000 ചില്ലാൻ നബിമാർ വന്നു എന്ന് പറയുന്നു. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ 100,000 ചില്ലാൻ വരണമെങ്കിൽ ആയത്തുനിന്ന് ഓതി കേൾപ്പിക്കുക, അത് നല്ലതാണ്. ബാക്കി ആദമും ഇദ്രീസൊക്കെ വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇബ്രാഹിം അലാ ഖൗമിഹി. ഇബ്രാഹിം നബിക്ക് നാം
അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് കൊടുത്ത തെളിവുകളായിരുന്നു അത്. നിർഫദ് ഇബ്രാഹിം നിർഫദ് ദറജാത്തി മൻ നശാഉ ഇന്ന റബ്ബക ഹകീമുൻ അലീം വവഹബ്നാ ലഹു ഇസ്ഹാഖ. ഇബ്രാഹിം നബിക്ക് ഇസ്ഹാഖിനെ കൊടുത്തു. യാക്കൂബ ഇസ്ഹാഖ് നബിന്റെ മകൻ യാക്കൂബ്, തുടർന്ന് വന്നവൻ വാക്കിനർത്ഥം ഇസ്ഹാഖിന് ശേഷം വന്നവൻ യാക്കൂബ്. കുല്ലൻ ഹദൈന എല്ലാവർക്കും ഹിദായത്ത് കൊടുത്തു. ഹിദായത്ത് പറഞ്ഞാൽ ഈ വഹയി കൊടുത്ത് ശരിയാക്കി. ഹവ തന്നിഷ്ടത്തിലേക്ക് പോയില്ല അർത്ഥം. പിന്നെ നൂഹൻ അതിന് മുമ്പുള്ള നബി നൂഹ് നബി ഹദൈന മിൻ ഖബ്ലു മുമ്പ് നേരത്തെ ഹിദായത്ത് കൊടുത്ത വമിൻ ദുരിയത്തി നൂഹ് നബിന്റെ മക്കളുണ്ട്. ദാവൂദ വ സുലൈമാന വ അയ്യൂബ വ യൂസുഫ വ മൂസ വ ഹാറൂൻ ഇതൊക്കെ വന്നിട്ടുണ്ട്. വകദാലിക നജ്ദിൽ മുഹ്സിൻ വ സക്കരിയ വ യഹ്യ വ ഈസ വ ഇല്യാസ കുല്ലു മിനസ് സാലിഹീൻ എല്ലാ പേരുകളും വരുന്നുണ്ട്. വ ഇസ്മായില വൽ യസഅ എന്ന നബിയുണ്ട്. വ യൂനുസ വ ലൂതൻ വ കുല്ലൻ ഫളൽനാ അലൽ ആലമീൻ വ മിൻ ആബായിഹിം വ ദുരിയാതിഹിം വ ഇഖ്വാനിഹിം വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ. അവസാനൊക്കെ പേര് പറഞ്ഞ് ഇവരുടെ മക്കളിൽ പിതാക്കന്മാരിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ നമ്മളവർ സഹോദരന്മാരിൽ നിന്നുമൊക്കെ നാം തിരഞ്ഞെടുക്കുകയും ഹിദായത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സന്മാർഗത്തിലേക്കുള്ള വഴി വഹി കൊടുത്ത് നബിമാരാക്കിയവരൊക്കെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. 18 ആളത് ഈ പറയുന്നുണ്ട്. വേറെ ആദമും ഇദ്രീസും മറ്റൊക്കെ വേറെ ചില ആയത്തുകളിൽ പലയിടങ്ങളിലായിട്ട് പറയും. മൊത്തം 25 ആളുകൾ പറയുന്നുണ്ട്. അതിലപ്പുറമുള്ളതൊന്നും നമുക്കറിയില്ല എന്നും പറഞ്ഞു തന്നിട്ടില്ല എന്നും ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഈ 25 ആളുകൾ നമ്മൾ വിശ്വസിക്കണം. ഖുർആൻ പറഞ്ഞ 25 ഉള്ളൂ എന്നല്ല, അല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞല്ലോ. ബാക്കി നമ്മൾക്കറിയില്ല, ഉണ്ടാവാം, ഏതൊക്കെ എവിടെ എല്ലായിടത്തും വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോ ഈ നബിമാരുടെ പേരുകൾ അറിഞ്ഞിരിക്കണമൊക്കെ നല്ലതാണ്. അതിൽ ചിലതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറെ പേരുകളാണ്. ചിലതൊന്നും നമുക്ക് ദുൽകിഫിൽ എന്നിട്ട് നബി പറയുന്നുണ്ട്. ദുൽകിഫിലി ഒരു സ്ഥലത്ത് 2 സ്ഥലത്തിന്റെ ഖുർആൻ പറഞ്ഞു. വേറെ വിശദീകരണം ഒന്നുമില്ല. അത് ആരാണെന്നൊക്കെ ചർച്ചകൾ പലതും ഉണ്ട്. നമ്മുടെ നാട്ടിലാ വന്നതെന്നൊക്കെ പറയേണ്ടതിനെ പറ്റി ചിലരൊക്കെ ദുൽകിഫിൽ എന്ന് പറഞ്ഞാൽ അതൊരു വിവരമല്ല, ഒരു ചർച്ച പറയാണ്. ദുൽകിഫിൽ എന്ന് പറഞ്ഞാൽ കിഫിലുള്ളവൻ. കിഫിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കപിലവസ്തു ആണെന്നാ പറയലൊക്കെ. കപിലവസ്തുവിലാണ് നമ്മൾ ശ്രീ ബുദ്ധൻ വന്നത്. അദ്ദേഹം ആകാം എന്ന് പറയുന്നു. ഒരു വെറും പറച്ചിലാണ്, ഗവേഷണപരമായ പറച്ചിലാണ്. അതിൽ ആകാം അല്ല. ബുദ്ധന്റെ പേര് കേൾക്കുമ്പോൾ തെറിയല്ലാഹു ജില്ല നിൽക്കണ്ട, അത് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ആകാം. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ബോധനം ലഭിച്ചവൻ എന്നാ. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബോധനം ലഭിച്ചെന്ന് വഹി കിട്ടിയ ആളെന്നാ. ആകാം. ബുദ്ധനെ പറ്റിയാണ്. ബുദ്ധൻ നമ്മളിപ്പോ അങ്ങനെ നബിയാക്കിയല്ല, ആ ബുദ്ധനെ പറ്റി തന്നെയാണ് നിഷേധിയ എന്ന് പറയാറുള്ളത്. യുക്തിവാദികൾ കൊണ്ടു നടക്കുന്ന ഏക മാന്യനായ ഒരു മനുഷ്യൻ ബുദ്ധനാ. അവർ പറയാറുള്ളത് ദൈവത്തെ പറ്റി ഒരു വാക്കും പറഞ്ഞിട്ടില്ലാത്ത ആളാണ് ബുദ്ധൻ എന്നാ. പക്ഷെ ബുദ്ധന്റെ ഗോസ്പൽ ഓഫ് ബുദ്ധ ഉണ്ട്, ബുദ്ധന്റെ സുവിശേഷം എന്നൊരു സാധനമുണ്ട്. അതിൽ വായിച്ചാൽ കാണാം ഈ നബിമാര് പറഞ്ഞവർ തന്നെ പലതും പറയുന്നുണ്ട്. അതൊക്കെ ആകാം, പടച്ചവനെ തന്നെ അറിയുള്ളൂ. നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ എല്ലായിടത്തും അള്ള പറഞ്ഞയച്ചണല്ലോ നബിയെ, ആ നബിമാരെ. ആ കൂട്ടത്തിൽ 25 പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആൻ പറഞ്ഞ അതിൽ നമുക്ക് സംശയവും തർക്കമൊന്നുമില്ല. അങ്ങനെ പലരും പല ലോകത്തിന് ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ടാവും, സംസ്കൃതത്തിൽ വന്നിട്ടുണ്ടാവും, വേറെ ഒക്കെ പല സ്ഥലത്തുണ്ടല്ലോ. അതിലൊക്കെ ആ ഭാഷയിൽ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ അള്ളാഹിനെ പറ്റി ഉപയോഗിച്ചിട്ടുണ്ടാകാം. അപ്പൊ അള്ളാഹ് തന്നെ പറഞ്ഞോളുന്നില്ല. നമ്മള് അള്ളാഹു അറബിയിലാ പറയുന്നത്, അല്ലാത്ത ഭാഷയിൽ വേറെ പേരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പേര് ഉപയോഗിച്ചിട്ടുണ്ടാവാം. നമ്മൾ പറയാനുണ്ട് എന്ന് പറയല്ല. ഇപ്പൊ ഈ നമ്മൾ ഈ ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നിങ്ങനെ ചെല്ലലാണ് അവർ ഉറക്കെ. അറബിയിൽ ഇത് എഴുതല എങ്ങനെയാ നിങ്ങള്? ഹല്ലിലൂയ എന്ന അറബി പുസ്തകങ്ങൾ ഇത് എഴുതാ. ഹല്ലിലൂയ ഹല്ലിലൂയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? സഹോദരങ്ങളെ ഹേയ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുവീന്ന. ഹല്ലിലു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന. അതാണ് ഹല്ലേലൂയ മാറിയത്. ഈ സനിബിൽപ്പ പഠിപ്പിച്ചിട്ടുണ്ടാവും, ഹല്ലിലൂയ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഭാഷയിൽ പറഞ്ഞാണ്, അല്ലെ അവിടുത്തെ ശൈലി പറഞ്ഞിട്ടുണ്ടാവും. അയ്യോ പറയുന്നത് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നബിമാർ വന്നിട്ടുണ്ട്. അവരുടെ ഒക്കെ ഭാഷയിലും വന്നിട്ടുണ്ട്. അതിൽ നമുക്കറിയുന്ന പറഞ്ഞെന്നവരെ വിശ്വസിക്കുക. അവരുടെ പോലെ അലൈഹിസ്സലാം ചെല്ലുക, അല്ലാത്തൊന്നും ചെല്ലാൻ നിൽക്കണ്ട. അതൊക്കെ അങ്ങനെ ആകാം. അല്ല, നമ്മളെ പഠനത്തിന്റെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ അല്ലാതെ ഇതിൽ നമ്മൾ ആകെ പറഞ്ഞ തത്വതാണ്. തന്നിഷ്ടമനുസരിച്ച് ജീവിക്കാനല്ല അള്ളാഹ് മനുഷ്യനെ വിട്ടത്.
വഹി കൊടുത്ത് നബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. ആ നബിമാരുടെ സന്ദേശം പിന്തുടർന്ന് ജീവിക്കുകയാണ് വേണ്ടത്. അതാണ് ഹിദായത്തിൻ്റെ വഴി. അതാണ് നബിമാരിൽ വിശ്വസിക്കുക. അതാണ് ആ വിശ്വാസം. നബിമാർ പറഞ്ഞൊക്കെ സത്യസന്ധമായി വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.